என்ன பாஸ், நீயும் காலையில வாக்கிங் கிளம்பிட்டியா? मुदलियार के कोई चमचे हो या कोई कुत्ता मेरे खिलाफ शिकायत करने वाले हो तो बाहर निकल। आज से इस इलाके का शहंशाह हूं मैं। यहां जो भी होगा मेरी मर्जी से होगा। अगर किसी को इतराज हो या इस अब्बास के खिलाफ कोई आवाज उठाए तो उसका वही हाल होगा जो मुदलियार का हुआ था। ഹരി തന്നെ പിടിക്കുന്നു. मेरे पे कोई शिकायत? बोल रहे बोल। आज के बाद तू यहां काम नहीं करेगा। तुझे 48 घंटे का मोहल्लत दे रहा हूं मैं। उसके बाद इस गली में भी नजर नहीं आना चाहिए, समझा क्या? നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാ അബ്ബാസ് പറഞ്ഞിരിക്കുന്നത്. അവര് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്കെന്നല്ല ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഹരിക്ക് എന്നോടൊന്നും തോന്നരുത്. चल आओ। क्या हुआ सर? चोर है साला। और कुछ नहीं सर, बस इतनी है। चल। അയ്യോ നമ്മുടെ റേഡിയോ. മിണ്ടരുത്. നൈറ്റ് ഡ്യൂട്ടി എന്നും പറഞ്ഞ് അവന് മോഷണമായിരുന്നു പണി അല്ലേ? ഒരുത്തരും വിശ്വസിക്കാൻ വയ്യ. നിനക്ക് ശരിക്കും ടാക്സി തന്നെ പണി? ജോലിയും കൂലി ഇല്ലാത്തവനാ മോഷണത്തിന് ഇറങ്ങുന്നത്. ഞാൻ ആ പന്ന തള്ളക്ക് രണ്ട് കൊടുത്തിട്ട് വരട്ടെ. മലയാളിയാണ് അല്ലേ? എന്താ പേരെന്ന് പറഞ്ഞത്? ഹരികൃഷ്ണൻ. ഒരു രാത്രിക്ക് 1000 രൂപയാണ്. ഉണ്ടോ? എനിക്കൊരു ഉമ്മ മാത്രം മതി. പിന്നെ കുറച്ച് കിന്നാരം പറയണം. അതൊക്കെയാണല്ലോ രസം. ഞാൻ ഈ കുടുക്ക ഒരു വഴിപാടിന് വെച്ചിരുന്നതാണ്. വഴിപാടിനെയും കഴിക്കാമല്ലോ, അല്ലെങ്കിൽ ഇത് തന്നെ വഴിപാട്. 100 കൂടായി. ഇതെന്താ ഇങ്ങനെ? അടുത്ത 48 മണിക്കൂറിനകം ഇവിടുന്ന് പോകാനാ ഓർഡർ. പിന്നെ ഇങ്ങോട്ട് വരാനൊക്കില്ല. ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ തന്നെ തീർത്താൽ നാളെ സമാധാനമായിട്ട് പുതിയ തെണ്ടൽ തുടങ്ങാമല്ലോ. ഒരു 15 പൈസയുടെ കുറവുണ്ട്. ഒരു മലയാളി എന്നുള്ള കൺസെഷൻ തരണം. ഈ 15 പൈസയുടെ കുറവിൽ എൻ്റെ ഒരു മോഹം നടക്കാതിരിക്കാൻ പാടില്ലല്ലോ ചേച്ചി. ഈ തൊഴിലിന് ഭാഷയായിട്ട് ബന്ധമൊന്നുമില്ല. എവിടെ ആ സുന്ദരിക്കുട്ടി കിരൺ? എന്റെ ഈശ്വര, പല ജാതിയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരെണ്ണം ആദ്യമായിട്ടാ. പണിയെല്ലാം പോയി. ഞാനിവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ. അതിനു മുമ്പ് നിന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാന്ന് വിചാരിച്ചു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്.
എന്താണ് ഇഷ്ടമെന്ന് വെച്ചാ നീ കൊള്ളാം, ബെസ്റ്റ് ചരക്ക. കൊള്ളാമെന്ന് എന്തിനേയും ഞങ്ങളുടെ നാട്ടില് നല്ല ചരക്കെന്ന് പറയും. നാട്ടില് പൂവാലന്മാര് പെമ്പിള്ളാരെ കാണുമ്പോ കളിയാക്കി വിളിക്കും, ഡി ചരക്ക് ഡി. ഹിന്ദിയിൽ മാట్లాടലുണ്ടേ? ദാരു പീനേക്കെ ബാദ് മുझे ഹിന്ദി നഹി ആത്താ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഹിന്ദി വരൂല. ഹിന്ദിയില് അച്ഛ മാൽ ഞങ്ങളുടെ നാട്ടില്. പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ തന്ത. మీరు నవ్వుతే చాలా అందంగా ఉన్నారు. മനുഷ്യര് മനസ്സിലാകുന്ന ഭാഷയെ പല കൊച്ചേ. మీరు చాలా ఆడుతున్నారు. పడుకోండి. 1000 രൂപ നുള്ളിപ്പറക്കി കൊടുത്തിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. നീ എന്നെ ഇവിടെ കിടത്തി ഉറക്കിക്കളയല്ലേ. നമുക്കിന്ന് രാത്രി ഒരുപാട് സംസാരിക്കാനുണ്ട്. ആദ്യം നീ എനിക്കൊരു ഉമ്മ. ഉമ്മ ഉമ്മ ഉമ്മ. നാട്ടിലെ മുസ്ലിം സമുദായക്കാര് അമ്മ എന്ന് പറയുന്നതിന് പകരം ഉമ്മ എന്ന് പറയും. അതൊരർത്ഥം. ചുടുചുംബനം ഉമ്മ. അതാ അലക്കണ്ടേ? അലക്കണ്ട. ഉമ്മ ഉമ്മ. ചുമ്മാ ചുമ്മാ ദീദി ഉമ്മ ഉമ്മ താത്ത ഉമ്മ. ഓ മുദ്ദിലി വാല. മുതല വാല്. ഉമ്മ. ഇനി പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? അണ്ടേ നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ തലേ കൂടെ മുണ്ടിട്ട് കാണിക്കുന്നത്. ഇഷ്ടമാണോ നിനക്ക് എന്നെ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ് നിനക്ക്? 15 ഞാൻ തരും. 15 പൈസ. जो भी मेरे खिलाफ आवाज उठाएगा मैं उसे खत्म कर दूंगा. छोटा. ഇനിമേലിൽ ഇവിടെ വരുന്ന വരുമാനത്തിന്റെ പാതി ദിവസവും അബ്ബാസ്ജിയുടെ വീട്ടിലെത്തിച്ചിരിക്കണം. പിന്നെ ഇവിടെ ഒരു നൃത്തക്കാരുണ്ടല്ലോ, എവിടെയാണ്? പുറത്തു പോയിരിക്കുക. ഗണപതി പൂജ ദിവസം അവൾ അബ്ബാസ്ജിയുടെ വീട്ടിലേക്ക് അയക്കണം. अगर कोई गलती हुई तो तू नहीं बचेगी. ये आखिरी मौका दे रहा हूं.